നമസ്കാരം. വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പഞ്ചാബിൽ നിന്ന് പുറത്തു വരുന്നത്. ISIയുടെ പിന്തുണയുള്ള 2 ഭീകരവാദി ഘടകങ്ങളെ പ്രത്യേകമായി പഞ്ചാബ് പോലീസ് പിടികൂടിയിരിക്കുന്നു. അതിൽ 9 പേരുണ്ട് 2 ഘടകങ്ങളിലുമായി. അതിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. പക്ഷെ ഞെട്ടിക്കുന്ന വിവരം ഈ ISIയുടെ പിന്തുണയോടുകൂടി, ISIയുടെ പിന്തുണ എന്ന് പറയുമ്പോൾ ISIയുടെ ഇപ്പോൾ ഭാരതത്തിലെ പ്രവർത്തനങ്ങൾ, ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള സഹായങ്ങളെല്ലാം എത്തിക്കുന്ന ഷെഹസാദ് ഭട്ടി എന്ന അധോലോക നായകൻ്റെ നിയന്ത്രണത്തിലുള്ള 2 ഘടകങ്ങളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഞെട്ടിക്കുന്ന വിവരം അതല്ല. ഈ ഘടകങ്ങൾ ജന്തർ മന്ദറിൽ പാറ്റകളുടെ സമരാഭാസത്തിൻ്റെ ഇടയിൽ കടന്നുകൂടി പെട്രോൾ ബോംബ് ഉൾപ്പെടെ ഉള്ള സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുവാനും വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനുമായി ശ്രമിച്ചിരുന്നു. അവർ ജന്തർ മന്ദറിൽ എത്തിയിരുന്നു. ഈ വിവരങ്ങൾ ഇപ്പോൾ മലയാള മാധ്യമങ്ങളിൽ ചിലർ തൊട്ടും തൊടാതെയും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ പറയാത്തൊരു കാര്യം, കനത്ത സുരക്ഷയെ തുടർന്ന് അവരുടെ പദ്ധതികൾ നടപ്പാകാതെ പോയത് കൊണ്ടാണ് അവർ പഞ്ചാബിലേക്ക് തിരികെ എത്തിയത്. അവരുടെ പേര് വിവരങ്ങൾ, ഞാൻ പ്രായപൂർത്തിയാകാത്തവരുടെ പേര് വിവരങ്ങൾ പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ചിലരുടെ പേരുകൾ അറിയാമെങ്കിൽ പോലും നിയമപരമായി അതിപ്പോൾ അവരെ കുറ്റവാളികളെന്ന് തീരുമാനിക്കുന്നത് വരെയെങ്കിലും നമുക്കത് പുറത്തുവിടുവാനായിട്ട് സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്. അവരുടെ പേര് വിവരങ്ങളിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിനു മുൻപ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ആയുധങ്ങളും മറ്റ് സാമഗ്രികളും, സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാമഗ്രികളുമായി സർവ്വസജ്ജരായിട്ടാണ് ജന്തർ മന്ദറിലെത്തിയത്. പോലീസിൻ്റെ കനത്ത ജാഗ്രത മൂലം അവർക്ക് അവരുടെ ഉദ്ദേശം നടപ്പാക്കുവാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് വാസ്തവം. ഈ അവസരത്തിൽ പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു വെളിപ്പെടുത്തൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഈ ജന്തർ മന്ദറിൽ ഇത്തരത്തിലുള്ള സമരാഭാസം പാറ്റകൾ ആസൂത്രണം ചെയ്തപ്പോൾ അവരുടെ നേതാക്കളിൽ ഒരാളായ സൗരവ് ദാസിനോട് പോലീസ് പറഞ്ഞിരുന്നു, ഇതിൻ്റെ ഇടയിൽ ഈ ക്രിമിനലുകളോ അല്ലെങ്കിൽ ഭീകരവാദികളോ കടന്നുകൂടി വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് പോലീസുകാർ മുന്നറിയിപ്പ് നൽകുമ്പോൾ അലക്ഷ്യമായ ഭാവത്തോടുകൂടി എന്നെ ഇതൊന്നും ബാധിക്കില്ല, ഇയാൾ ഇതെന്തോന്ന് പറയുന്നതെന്നുള്ള രീതിയിൽ പരമപുച്ഛത്തോടു കൂടി നിൽക്കുന്ന സൗരവ് ദാസിൻ്റെ വീഡിയോ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. ഞാനതൊന്ന് പ്രേക്ഷകരെ ഒന്നും കൂടി കാണിക്കാം, അത് ഒന്ന് കണ്ടു നോക്കൂ. मैं तो सबसे बुला रहा हूँ, आपके वॉलंटियर को जुलाई करवानी पड़ेगी ऑनलाइन सबको यार। और मैं आगे रोज आज हो और टाइम ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം പോലും അവഗണിച്ചാണ് ഈ സമരാഭാസവുമായി പാറ്റകൾ മുന്നോട്ട് പോയത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവരിൽ ആർക്കൊക്കെയോ, ഇന്നയാളെന്ന് ഞാനിപ്പോൾ ആരോപണം ഉന്നയിക്കുന്നില്ല, ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകും അവിടെ എന്നുള്ളതിനെ സംബന്ധിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. അഭിജിത് ദീപ്കെ ആ സമയത്ത് ഒരു ലോറിക്കുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. സൗരവ് ദാസും അശുതോഷ് റാങ്കയും കൃത്യമായിട്ട് JP നദ്ദയുമായിട്ടുള്ള ചർച്ചകൾക്കെന്നുള്ള പേരിൽ ഒളിവിലായിരുന്നു. വിജേത ദാഹിയ എന്നൊരു 4-മനുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്താക്കപ്പെട്ട ആ വ്യക്തി ബർഗർ കഴിച്ച് മാളുകളിൽ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. നേതാക്കളാരും ഈ അക്രമം നടക്കുന്ന ഇടങ്ങളിൽ അവരുടെ ശരീരത്തിന് ക്ഷതം പറ്റുന്ന തരത്തിൽ ഉണ്ടായിരുന്നില്ല. വളരെ കൃത്യമായൊരു ആസൂത്രണം അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി പഞ്ചാബ് പോലീസ് പിടിച്ച ഈ 2 ഘടകങ്ങൾ അവരിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഇവരുടെ പ്രധാന ഹാൻഡിലർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലുള്ള, ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ അധോലോകത്തിലെ ഒരു പ്രമുഖൻ ഷെഹസാദ് ഭട്ടി എന്ന വ്യക്തിയാണ്. ഇവരുടെ കയ്യിൽ നിന്ന് ഈ 4 പ്രായപൂർത്തിയാകാത്തവരുടെ കയ്യിൽ നിന്നും ഉൾപ്പെടെയുള്ള ആ ഘടകങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തത് പിസ്റ്റലുകൾ പിടിച്ചെടുത്തു, പെട്രോൾ ബോംബ് ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ, നിർമ്മിച്ച പെട്രോൾ ബോംബുകൾ, ഈ ലൈവ് വെടിയുണ്ടകൾ, കാഡ്രിഡ്ജുകൾ, ലൈവ് കാഡ്രിഡ്ജ് എന്ന് പറയും, ഇത്രയും സാധനങ്ങൾ പിടിയിലുണ്ട്. തന്നെയുമല്ല, ISIയുമായിട്ട് ബന്ധമുള്ള ഉത്തർപ്രദേശിലെ ഒരു വ്യക്തിയുമായിട്ട് ഇവർ നിരന്തര സമ്പർക്കത്തിലായിരുന്നു. രാജാസൻസി
പ്രദേശത്ത് നിന്നാണ്, പഞ്ചാബിലെ രാജാസൻസി പ്രദേശത്ത് നിന്നാണ് ആദ്യത്തെ ഘടകത്തെ പിടികൂടുന്നത്. ഇതിൽ പിടികൂടിയ ആ രാജാസൻസി പ്രദേശത്ത് നിന്ന് പിടികൂടിയവരിൽ സുഖ്മാൻ സിംഗ് എന്നൊരു വ്യക്തിയും അയാളുടെ 3 പ്രായപൂർത്തിയാകാത്ത സഹായികളുമുണ്ട്. ഇവർ ഈ സുഖ്മാൻ സിംഗാണ് ജന്തർ മന്ദറിലെത്തിയതും അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ച് പരാജയപ്പെട്ട് ശക്തമായ സുരക്ഷാ കാരണങ്ങളാൽ പരാജയപ്പെട്ട് തിരികെ വന്നതും. ഈ സുഖ്മാൻ സിംഗ് തന്നെ പറയുന്ന വിവരങ്ങളനുസരിച്ച്, അല്ലെങ്കിൽ പോലീസിനോട് വെളിപ്പെടുത്തിയ വിവരങ്ങളനുസരിച്ച്, ഉത്തർപ്രദേശിൽ നിന്ന് ISIയുടെ ശക്തമായ പിന്തുണയുള്ള ചില ആളുകളുടെ നിരന്തര സമ്പർക്കത്തിലായിരുന്നു ഇയാൾ. അവർ ഈ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്ന് ഇവർക്ക് സാധന സാമഗ്രികൾ എത്തിക്കുന്നതിലും സാമ്പത്തികമായ സഹായം ചെയ്യുന്നതിലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഒരു കാര്യം വീണ്ടും ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു, വലിയ സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടാക്കുവാനുള്ളൊരു ശ്രമം പല ഭാഗങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തത്വമയി ന്യൂസ് ആദ്യം മുതലേ ഈ പാറ്റ സമരാഭാസത്തെ സംബന്ധിച്ച് പറയുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം കൂടി കൂടുതൽ വ്യക്തമായി വരികയാണ്. പാറ്റ സമരത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആർക്കൊക്കെയോ എല്ലാവർക്കുമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇപ്പോൾ അതൊരു ആരോപണം മാത്രമാണ്. പക്ഷേ അവരിൽ നേതാക്കളിൽ ആർക്കൊക്കെയോ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ കിട്ടിയിട്ടുണ്ട് എന്ന് അനുമാനിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അവരവരുടെ തടി സുരക്ഷിതമാക്കി മാറി നിന്നതും ഈ സമരാഭാസത്തെ പ്രോത്സാഹിപ്പിച്ചതും പിന്നീട് ഇതിനെതിരെയുള്ള അന്വേഷണങ്ങളെ ഏതെങ്കിലും തരത്തിൽ തടയിടുവാനായി പ്രസ്താവനകളും സാമൂഹ്യ മാധ്യമങ്ങളിലെ വീഡിയോ വൈറലാക്കലുമൊക്കെയായി ഇപ്പോൾ നടത്തുന്ന ഇടപെടലുകളും എല്ലാം കാണുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു ഭയം പിടികൂടിയിട്ടുണ്ട്. ഇവർ 4 പേരെയും, അത് വിജേത ദാഹിയെ ഉൾപ്പെടെയുള്ളതാണ്, ഇപ്പോൾ പുറത്താക്കി എന്നവർ പറയുമെന്ന പാറ്റകൾ പറയുന്ന വിജേത ദാഹിയെ ഉൾപ്പെടെയുള്ളവരെ, അഭിജിത് ദിപ്കെ ആണെങ്കിലും സൗരവ് ദാസ് ആണെങ്കിലും അശുതോഷ് റാങ്കി ആണെങ്കിലും വിജേത ദാഹി ആണെങ്കിലും വല്ലാത്തൊരു ഭയം ഇവരെ പിടികൂടിയിട്ടുണ്ട്. അന്വേഷണ ഏജൻസികൾ കൂടുതൽ ശക്തമായിട്ടുള്ള അന്വേഷണങ്ങളുമായി ഇവരുടെ പിന്നാലെ തന്നെയുണ്ട്. ഒരു കാര്യം മറ്റൊരു വീഡിയോയിലെ വിഷയമായതുകൊണ്ട് കൂടുതൽ പരത്തി പറയുന്നില്ല. ഇവരുടെ ഈ ഒരു സമരാഭാസത്തെ കൂടുതൽ പ്രചരിപ്പിക്കുവാനായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ബോട്ടുകൾ, അതായത് ഈ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ വൈറലാക്കുവാനായിട്ട് യഥാർത്ഥമായിട്ടുള്ള രീതിയിലല്ലാതെ കൃത്രിമമായി അതിനൊരു ബൂസ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ടല്ലോ, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുവാനും അത് സഹായിക്കും. അത്തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള ഒരുപാട് തിരിമറികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് മറ്റൊരു വീഡിയോയിലേക്കുള്ള വിഷയമായതുകൊണ്ട് കൂടുതൽ ഞാനതിപ്പോൾ വിശദീകരിക്കുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലെ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കലായാലും മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള ആഖ്യാനങ്ങൾ സൃഷ്ടിക്കലായാലും ഇവരുടെ ഒരു പ്രവർത്തന രീതി, ആസൂത്രിതമായിട്ടുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്ന രീതികളായാലും അതിൻ്റെ ഇടയിൽ നേതാക്കളുടെ ഈ ഒരു സ്വയം രക്ഷിക്കലായാലും ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് വലിയൊരു അപകടം അവിടെ സംഭവിക്കേണ്ടതായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നിയമപാലകരുടെയും കൃത്യമായിട്ടുള്ള ഇടപെടലുകളും സുരക്ഷാ സംവിധാനങ്ങളും കാരണം മാത്രം ഒഴിവായി പോയൊരു ദുരന്തമാണ് ജൂലൈ 20 കഴിഞ്ഞു പോയത്. ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിൽ വളരെ വോളറ്റൈലായിട്ടുള്ളൊരു ആൾക്കൂട്ടം, ഒട്ടും സ്ഥിരതയില്ലാത്ത ഭ്രാന്തമായിട്ടുള്ള മനോവികാരങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന, ഹോർമോണുകൾ കൂടിയ കൗമാരക്കാരും മറ്റ് ഭ്രാന്തന്മാരും, അതിനിടയിൽ ഏതാണ്ട് 2800ഓളം ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടുള്ള കുറ്റവാളികളും എല്ലാം നിറഞ്ഞൊരു ജാഥയിൽ പെട്രോൾ ബോംബ് പോലുള്ളൊരു സ്ഫോടക വസ്തു ഉപയോഗിക്കപ്പെട്ടാൽ അവിടെ ഉണ്ടാകുന്ന തിക്കും തിരക്കിലും മാത്രം 100 കണക്കിന് ആളുകൾ ഒരുപക്ഷെ കൊല്ലപ്പെട്ടേനെ. അതിനിടയിൽ കൂടുതൽ സ്ഫോടനങ്ങൾ നടത്തി ഒരുപക്ഷെ 100 കണക്കിനെന്നുള്ളത് ചിലപ്പോൾ ആയിരങ്ങളായേനെ അവിടെ മരിച്ചു വീണത്. എല്ലാം കുട്ടികളാണ്. അതോടുകൂടി ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ള അവരുടെ ഒരു ലക്ഷ്യം ചിലപ്പോൾ സാധ്യമാവുകയും ചെയ്തേനെ. അത്തരത്തിലുള്ള വലിയ ചതിയുടെ ചിത്രങ്ങളാണ് ദിവസവും ഇപ്പോൾ വെളിപ്പെട്ട് വരുന്നത്. ISIയുടെ പിന്തുണയോടുകൂടി ഭീകരവാദ പ്രവർത്തനം തന്നെ നടത്തുവാനുള്ള ഘടകങ്ങളാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസിൻ്റെ പിടിയിലായത്. കൂടുതൽ വിവരങ്ങൾ, ഈ സുഖ്മാൻ സിംഗിൻ്റെ പേര് മാത്രമേ ഇപ്പോൾ പഞ്ചാബ് പോലീസ് വെളിപ്പെടുത്തിയിട്ടുള്ളൂ ഔദ്യോഗികമായി. അതിനപ്പുറത്തേക്കുള്ള പേര് വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തെ ബാധിക്കുമെന്നതിനാൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആ പേരുകൾ വെളിപ്പെടുത്തുവാൻ സാധ്യമല്ല. താമസിയാതെ തന്നെ ആ പേരുകളും വെളിപ്പെട്ട് വരും, പ്രായപൂർത്തിയാകാത്ത ഭീകരവാദികളുടെ ഒഴിച്ച്. പക്ഷേ ഇതിൻ്റെ ഒരു നിയന്ത്രണം അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാനിലിരിക്കുന്ന ഷെഹസാദ് ഭട്ടി എന്ന അധോലോക കുറ്റവാളിയുടെ കയ്യിലാണ് ഇതിൻ്റെ ചരട് ചെന്ന് നിൽക്കുന്നത്. ആ
ഷഹസാദ് ഭട്ടിയെ നിയന്ത്രിക്കുന്ന ചരടുകൾ ചെന്ന് നിൽക്കുന്നത് പാകിസ്ഥാൻ ചാരസംഘടനയായ ഭീകരവാദികളായ ISIയുടെ കയ്യിൽ. ഇവിടെ ഭാരതത്തിൽ ഇവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ഖാലിസ്ഥാനി ഭീകരവാദികൾ അല്ലെങ്കിൽ ആ ഖാലിസ്ഥാനി ഭീകരവാദ ആശയത്തോട് ആനുകൂല്യമുള്ളവർ അല്ലെങ്കിൽ അനുകൂല മനോഭാവം പ്രകടിപ്പിക്കുന്നവർ, രാഷ്ട്രീയക്കാർ തുടങ്ങിയ പലരും ഉണ്ടാകാം. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഈ വിഷയത്തിലേക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണ രീതി തന്നെയാണ് കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസികളും ദില്ലി പോലീസും എല്ലാം കൈക്കൊണ്ടിരിക്കുന്നത്. പഞ്ചാബ് പോലീസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ ഘടകങ്ങളെ 2 ISI നിയന്ത്രിത ഘടകങ്ങളെ പിടികൂടിയതിൽ അവരെ അഭിനന്ദിച്ചേ മതിയാകുകയുള്ളൂ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അവരുടെ അന്വേഷണം എത്രത്തോളം ആഴത്തിൽ പോകും, അല്ലെങ്കിൽ അതിന് പഞ്ചാബിലെ ആപ്പ് സർക്കാർ അനുവദിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതിനനുസരിച്ച് അതിൻ്റെ വിശകലനങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. പഞ്ചാബ് പോലീസിൻ്റെ കാര്യത്തിൽ ആ അന്വേഷണം ഒരുപക്ഷെ അവരുടെ കയ്യിൽ നിന്ന് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ NIAയോ മറ്റ് കേന്ദ്ര ഏജൻസികളെ ഏറ്റെടുക്കുവാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ദില്ലി പോലീസുമായിട്ട് സഹകരിച്ചുള്ള ഒരു അന്വേഷണത്തിനെങ്കിലും ഒരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. കാരണം ഈ ജന്തർ മന്തർ ബന്ധം വെളിപ്പെട്ട് വന്നതോടുകൂടി എന്തായാലും വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. അത് നമ്മുടെ നിയമപാലന സംവിധാനത്തിൻ്റെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും കൃത്യമായിട്ടുള്ള നിരീക്ഷണവും സുരക്ഷാ സംവിധാന വിന്യാസവും കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇത്രയും ജാഥക്കാരും കുറ്റവാളികളും എല്ലാം അവിടെ നുഴഞ്ഞു കയറിയതിൽ ഒരു ചെറിയ വീഴ്ച അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം തത്വമയി ന്യൂസ് നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ അതിനുമപ്പുറത്തേക്ക് വലിയൊരു ദുരന്തം ഒഴിവാക്കുവാൻ തക്ക രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അവർ വിന്യസിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയമപാലകരെ കുറ്റപ്പെടുത്തുവാൻ തത്വമയി ന്യൂസില്ല. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകും, മനുഷ്യരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അവരുടെ കടമ അവർ കൃത്യമായി ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളെന്ന് പറയപ്പെടുന്ന ശവക്കൂമ്പാരത്തിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കാത്തത്. അതിൻ്റെ മുകളിൽ മോദി സർക്കാരിന് നേരെയും ഭാരതത്തിന് നേരെയും ആക്രമണങ്ങൾ ഉണ്ടാകാത്തത്. എന്തായാലും വലിയൊരു ദുരന്തം ഒഴിവായി പോയതിൽ ദൈവത്തോട് നന്ദി പറയാം നമുക്ക്. വരും ദിവസങ്ങളിൽ ഈ അന്വേഷണത്തിൻ്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ എന്താകുമെന്നും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം ഇത്തരത്തിലുള്ള സംവാദങ്ങൾ തുടർന്നു പോയാൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥകൾ വെളിപ്പെട്ട് വരികയുള്ളൂ. അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു കപട ആഖ്യാനങ്ങളും വ്യാജ ആഖ്യാനങ്ങളും ഒക്കെയായി അവർ കളം നിറയുകയാണ്. ഭാരതത്തിൻ്റെ ശത്രുക്കൾ, ദേശവിരുദ്ധർ, അവർക്കെതിരെ നമുക്ക് സംവാദങ്ങളിലൂടെ തന്നെ പ്രതികരിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അവ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.